എനിക്ക് പറയാം നിന്നെ പോലെ പറയാൻ തെറിയും തേപ്പൊക്കെ നിന്റെ കപ്പൻ്റെ വകയൊന്നുമല്ല തെറി. ബിഗ് ബോസിൽ പോണേക്കാൾ മുമ്പ് രേണുസുതി ഭയങ്കര ആക്റ്റീവായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ചെന്ന ശേഷം അവിടെ എന്താ പറയുക, ഇവിടെ നിന്ന് പോയ രേണുസുതി അല്ല അവിടെ നമ്മളെ കാണാനുള്ളത്. അതിൽ എന്ത് ഗെയിം പ്ലാൻ എന്തെങ്കിലും ആയിരിക്കുമോ അത് രേണുസുതിയുടെ? ഗെയിം പ്ലാനാണെന്ന് വെച്ചാൽ എന്താ പറയുക, അവരൊരു പാവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. കാരണം യഥാർത്ഥത്തിൽ അവർ ആ കാണിക്കുന്ന ആളേ ഉള്ളൂ, പിന്നെ കാണിക്കുന്നത് മൊത്തം മറ്റുള്ള ആൾക്കാരാണ്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള രേണുസുതി അതാ എൻ്റെ അഭിപ്രായത്തിൽ. ഇനിയിപ്പോൾ വേറൊരാളുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. ഈ ഇപ്പോൾ എല്ലാവരും പറയുന്നത് രേണുസുതി ബിഗ് ബോസിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളായിരുന്നു എന്നും രേണുസുതിന് ബിഗ് ബോസിലേക്ക് ഉള്ളൊരു എൻട്രി എന്തുകൊണ്ടാണെന്നും ചിന്തിക്കുന്ന കുറേ കമൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സുധിച്ചേനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താ? നല്ലൊരു കലാകാരനാണ്, നല്ലോണം പണിയെടുത്തിട്ടില്ലേ? ആൾക്ക് ബിഗ് ബോസിൽ കയറാൻ ഒരു ആഗ്രഹം ഉണ്ടായി. നല്ലോണം പണിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഉറപ്പല്ലേ? ദൈവം നല്ലോണം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രതിഫലം ചിലപ്പോൾ പിന്നീടായിരിക്കും കൊടുക്കുക. ആ കൊടുത്തേക്കണ രേണുസുതിക്ക്, മനസ്സിലായോ? അത് സുധിച്ചേട്ടൻ പണിയെടുത്തേക്കണതിൻ്റെ ഫലമാണ് രേണുസുതി. പക്ഷെ എപ്പോഴും പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചുകൊണ്ട് മാത്രമാണ് രേണുസുതിക്ക് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടിയെന്നാണ് പലരും വിമർശിക്കുന്നത്. ആൾ ചെയ്ത ആൽബം സോങ്ങോ അല്ലെങ്കിൽ ജിൻഡോയുടെ കൂടെ ഒരു ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഒരാഴ്ചയായിട്ട് എന്താ പറയുക, പുള്ളിക്കാരത്തി ഒരു വർഷം വീട്ടിലിരുന്നല്ല, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ ഒന്നും കൊണ്ടുകൊടുത്തില്ല. അപ്പോൾ അത് കഷ്ടപ്പെട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് ഓർക്കുമ്പോൾ ആലോചിക്കുക, ആൾ ഇച്ചിരി ഉള്ളൊരു മക്കളെയൊക്കെ നോക്കണം. നമുക്കും ഇല്ലേ അമ്മയും മക്കളും പെങ്ങന്മാരൊക്കെ. അപ്പോൾ അവരെങ്ങനെയെങ്കിലും വളർന്നോട്ടെ. അവർ എന്ത് ഡ്രസ്സാണ് മോശമായിട്ട് ഇട്ടേ അത് ഞാൻ ആലോചിക്കണേ. ഇതിലും എന്താ പറയുക, 2 പീസ് ഇട്ടുണ്ട് ഇവിടെ നടക്കുന്ന ആൾക്കാർ. പിന്നെ അതുപോലെയൊന്നും ഇല്ലല്ലോ. പിന്നെ അവർ റീല് ചെയ്യുമ്പം കാര്യങ്ങൾ ചെയ്യുമ്പം അവരുടെ ഫേസിൽ കാണിക്കാവുന്ന ഭാവമല്ലേ അവർ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ അവർക്ക് ഭാവങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പറ്റാനുള്ള കഴിവാക്കില്ല. അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു രേണുസുതിക്കെതിരെ അനുമോള് പറഞ്ഞൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആളുടെ തലയിൽ മൊത്തം പേനാണ്, ഒരു ഹൈജീനും ഇല്ല എന്നുള്ളൊരു പ്രസ്താവന. അപ്പം ജിൻഡോയുടെ കൂടെ അഭിനയിച്ചെന്നുള്ള രീതിയിൽ ജിൻഡോയ്ക്ക് അത്തരം എന്തെങ്കിലും അവസ്ഥകൾ അങ്ങനെ എന്തെങ്കിലും രേണുസുതിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നല്ല വൃത്തിയുള്ള കുട്ടിയാണ്, കാര്യമായിട്ട് പറഞ്ഞു. കാരണം എനിക്കറിയാവുന്ന കാര്യത്തോളം പറഞ്ഞത് നല്ല വൃത്തിയുള്ള കുട്ടിയാണ്. കാരണം നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളോടൊന്നും ഒരു ബാഡ് ആയിട്ടുള്ള സംസാരം പോലും ഉണ്ടായിട്ടില്ല ഇത്ര നാളായിട്ട്. അപ്പോൾ നമ്മളും ചിന്തിക്കാറ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുധിച്ചേട്ടൻ ഞാനായിട്ടും ഞാൻ പണ്ട് ഇട്ടണ റീലിൽ വരെ ഞാൻ അത് ഇട്ടാണ്. നിങ്ങളത് കാണിച്ചിട്ടോ, നിങ്ങളത് കണ്ടോ? വെറുതെ പറഞ്ഞല്ല. അതായത് സുധിച്ചേട്ടന് അതായത് നിങ്ങൾക്ക് കിട്ടിയ പണ്ടത്തെ ഇതായിരിക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കൊടുത്തേണ്ട സാധനം അതാ ഞാൻ കാണിച്ചത്. അത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, ഈ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു സാധനം തരും. ചിലപ്പോൾ തരുന്നത് പിന്നെ ആയിരിക്കും. ഇത് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു സാധനം തരും. ചിലപ്പോൾ തരുന്നത് പിന്നെ ആയിരിക്കും. ഇത് രേണുസുതി ബിഗ് ബോസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തല്ല ഞാൻ. സുധിച്ചേട്ടൻ്റെ മറ്റേ വാർഷികം ഉണ്ടായിരുന്നില്ലേ, അന്ന് ഞാൻ ഇട്ട പോസ്റ്റാണ്. അത് രേണു കൊളാബ് ചെയ്തിട്ടുണ്ടത് കണ്ടോ? താങ്ക് യു ചിന്ന ചേട്ടാ എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ അത് രേണുസുതി ബിഗ് ബോസിൽ പോകുമെന്ന് പറഞ്ഞിട്ടോ ഒന്നല്ല. അല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പം രേണുവിനെ ഒറ്റപ്പെടുത്തുന്നത് വൃത്തിയില്ല എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ട്. ഈ അനുമോളൊക്കെ സാമാജിക്കലി കൂടെ ഉണ്ടായ സുധിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായ ആൾ തന്നെയാണ് ഈ അനുമോൾ തന്നെയാണ് ഈ രേണു ചേച്ചിനെ പറ്റിയിട്ട് ഇത്തരം പ്രസ്താവന പറയുന്നത്. അതെന്ന് വെച്ചാൽ അതെല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. മുമ്പിൽ വെച്ചിട്ട് ഒരാൾക്ക് വൃത്തിയില്ല. അപ്പൊ ജിൻഡോനെ പറ്റി അതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വശം ജിൻഡോയ്ക്ക് മനസ്സിലാവും. അപ്പൊ അനുമോള് പറയുന്ന ഈ ഒരു പ്രസ്താവനകൾക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ ഈ ആഴ്ച ലാലട്ടം വന്നിട്ടില്ല. അപ്പൊ ജിൻഡോയ്ക്ക് ഇങ്ങനെ തോന്നുന്നത് ഈ അനുമോളുടെ ഈ ഒരു കാര്യങ്ങളോടൊക്കെ, അനുമോളുടെ ഈ കരച്ചിൽ കാർഡും എന്തു പറഞ്ഞാലും കരയുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട്, എല്ലാ രീതിയിലുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് ബുദ്ധി എടുത്ത് ഉപയോഗിക്കണമെന്ന് അവരെല്ലാം തീരുമാനിക്കുക. ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ച് കളിക്കണമായിരിക്കും കരച്ചിലും
ദേഷ്യപ്പെടലും, മനസ്സിലായ പറഞ്ഞത് അത് ഓരോരുത്തരുടെ ബുദ്ധിയാണ്. അല്ല ഈ അനുമോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രേണുടെ വൃത്തിയില്ല എന്ന് പറഞ്ഞതും ഈ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു ബുദ്ധിയാണ് ആയിരിക്കാം. കാരണം ഗെയിമായിട്ടാണ് അവിടെ കളിക്കണ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായത് അവിടെ എന്തൊക്കെ പറയണ്ടോ അവിടെയുള്ള ആൾക്കാർ ചിന്തിച്ചായിരിക്കും പറയാം, അല്ലാണ്ട് ചിന്തിക്കാണ്ട് പറയില്ല. 100% ഉറപ്പാണ്. കാരണം അത്രയും മോശം ബുദ്ധിയുള്ള ആൾക്കാരൊന്നും അതിനകത്തില്ല. എല്ലാവർക്കും നല്ല വളഞ്ഞ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയുമ്പോൾ എന്തായാലും ഒരു ക്ലിയർ സാധനം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അജണ്ട അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ മറ്റവൻ അല്ല എന്താ പറയുക സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചെങ്കിലും അത് അവന് വ്യക്തമായിട്ടുള്ളൊരു സാധനം അവൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അനുമോൾ വിളിച്ചെങ്കിലും അനുമോൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യം അനുമോൾക്കുണ്ട്. ഈ പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ ഭയങ്കരമായിട്ട് ബിഗ് ബോസിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ആളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നമ്മൾ കണ്ടിരുന്നു. ബിഗ് ബോസ് പോലും മിണ്ടിക്കോളാൻ പറഞ്ഞിട്ട് പോലും ആ ഒരു മിണ്ടാതിരുന്നൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ അനീഷിൻ്റെ ഗെയിമിൻ്റെ ഒരു പ്ലാനിങ്ങിനെ ജിൻഡോനെ സംബന്ധിച്ചത് കാണുന്നത് ഒരു കോമണർ ഇത്രയും ഫാൻസ് കേരളത്തിൽ ഉണ്ടായ സ്ഥിതിക്ക് പറയാറില്ല. എന്താ കാരണം വെച്ചാൽ അത് അതിനകത്ത് മിണ്ടാതിരിക്കുന്ന 2-3 പേരുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഒന്ന് ചടവുയർന്ന് മിനിറ്റായിരുന്നു. ഒന്ന് പുള്ളിക്ക് ആളൊന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. യെസ്, ആള് ബ്രില്യൻ്റാണ്, നിങ്ങൾക്ക് അറിയില്ലാണ്ടാണ്. ആളൊരു സിംഹമാണ്, നിങ്ങൾക്ക് അറിയില്ലാണ്ടാണ് ഷാനവാസിനെ കുറിച്ചിട്ട്. കാരണം ഷാനവാസിൻ്റെ കൂടെ സീത സീരിയൽ മുതൽ ഞാൻ അറിയണം ഷാനവാസിനെ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കത്തിക്കയറാൻ പോകുന്ന ഷാനവാസ് ആയിരിക്കുമോ? ചാൻസ് കൂടുതലാണ്, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയണേ. കാരണം ഷാനവാസിന് പക്ഷേ ഇപ്പോൾ ഒരുപാട് സദാചാരമാവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ ആദിലൂടെ വിഷയത്തിൽ തന്നെ നിങ്ങൾക്കൊരു തുണ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടെ ആള് നമ്മളുടെ സൊസൈറ്റി അങ്ങനെയായിരിക്കാം സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അവരോട് സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുണ്ട്, നിങ്ങൾ വിചാരിച്ചോ. അതായത് ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം മറ്റേവനോട് ഒരു ഡയലോഗ് പഠിക്കണേ കേട്ടു, അപ്പാനിയോട്. നീ എനിക്കിട്ട് താങ്ങുമ്പോൾ ഞാൻ ഫീൽഡിൽ കുറേ നാളായപ്പോൾ നിൽക്കണു, ഞാൻ മാങ്ങ പറിക്കാൻ പോയി കാണുന്നു, അങ്ങനെ എന്തോ ഡയലോഗ് പറഞ്ഞു. ആ സാധനം പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന സാധനമാണ്. കാരണം ഇങ്ങനെ പുള്ളി ഇത്ര ദിവസങ്ങൾ ആലോചിക്കുക പുള്ളി മിണ്ടിയിട്ടുണ്ടോ നോക്കി. പുള്ളി ഇങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു. എൻ്റെ മനസ്സിൽ പുള്ളി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് പുള്ളി വേറെ കാര്യം ശ്രദ്ധിച്ചോ, പുള്ളി ഒറ്റയ്ക്കാണ് നിൽക്കണേ. അത് ഞാൻ പറയില്ല. കാരണം നമുക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളാണ്. അത് കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കണ വേറെ ആളുണ്ടല്ലോ, വേറൊരു പൊക്കെ പറഞ്ഞിട്ട് ആളുടെ പേരുന്നിട്ട് അഭിഷേക് അല്ലെന്നേ, നമ്മുടെ അയ്യോ ആൾ ബെസ്റ്റ് അവാർഡ് അങ്ങോട്ട് മേടിച്ചില്ലേ ഏഷ്യാനിൽ. ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടല്ലോ, പെൺകുട്ടി അനുമോൾ അല്ലാണ്ട് ഒരാളുണ്ട് ആ തോന്നുന്നു പൊക്കം കുറഞ്ഞിട്ട് ഏഷ്യനിൽ അഭിനയിക്കില്ലല്ലേ അല്ലേ? ആളിങ്ങനെ മിണ്ടായിരിക്കല്ലേ? മിണ്ടായിരിക്കല്ലേ? കണ്ടോടെ കയറി തന്നെ. കാരണം അവരൊക്കെ ഈ 2 ആഴ്ച മിണ്ടാതിരുന്ന് വെച്ചിട്ട് അവർ പുറത്തു പോകില്ല. കാരണം അവർക്കറിയാം അവർ വോട്ടുണ്ട് എന്നുള്ളത്. ഞാനങ്ങനെയായിരുന്നു, ഞാൻ മിണ്ടാതി നിൽക്കുകയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കില്ല പിന്നെ എങ്ങനെയായിരുന്നു ഒറ്റ പോക്കണം. അപ്പം എന്നാ പറഞ്ഞ പോലെ ഇവർ മിണ്ടാതിരിക്കുന്നു നോക്കണ്ട. യഥാർത്ഥ ഗെയിമർ സൈലൻ്റാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് മറ്റേ അവരെക്കുറിച്ച് കോസ്റ്റ്യൂമിനെ കുറിച്ച് അന്ന് ദേഷ്യത്തിൽ പറഞ്ഞാൽ അതെനിക്ക് വിഷമമായിരുന്നു സത്യം പറഞ്ഞു. അന്നത്തെ ആ ദേഷ്യത്തിനോട് പറഞ്ഞു പോയി, അവളോടൊപ്പം മാപ്പം ചോദിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ ഇന്ന കോസ്റ്റ്യൂം ഇടണം, ഇന്ന കാര്യങ്ങളിടണം ലൈഫിൽ നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ മിനിയാതായിട്ടുള്ളൊരു നല്ലൊരു വാർത്ത എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം പെൺകുട്ടി
അമ്പലക്കുളത്തിൽ റീല് ചെയ്തെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരിക്കുകയാണ്. അതിനെതിരെ പരാതി കൊടുത്തു. അപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിൻ്റെ ഇത് കണ്ടിരുന്നു, വാർത്ത കണ്ടിരുന്നു? ഞാൻ കണ്ടു. ഞാൻ കുറേ ചാനൽ ഇങ്ങനെ കണ്ടു. ഞാൻ പറയണത് എന്താ വെച്ചാൽ ജാസ്മിൻ അറിയാതെ പറ്റിയതായിരിക്കാം. കാരണം ജാസ്മിൻ അങ്ങനെ അറിവുണ്ടാവില്ല ചിലപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ അങ്ങനെ നല്ല കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവൾക്ക് അറിയാമെങ്കിൽ ജാസ്മിൻ തീർച്ചയായിട്ടും അത് ചെയ്യൂല. ജാസ്മിനോട് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. അതും പറയില്ല, എനിക്കറിയില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പം നമ്മൾ ആ കുളത്തിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊരു റൂളുണ്ടെന്ന് ചോദിച്ചോ. റൂളുണ്ടെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവണ്ടേ? ഞാൻ ചോദിക്കണടാ, എനിക്കറിയില്ല. ഞാൻ പറയണത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ എന്തും മതം, നിങ്ങളെല്ലാം മനുഷ്യരിൽ വിശ്വസിക്കും. അതായത് അവർ അമ്പലത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ആ കുളത്തിൽ ഇറങ്ങാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കാം ഈ ദേവസ്വം ബോർഡ് ഇവർക്ക് കേസ് കൊടുക്കാൻ കാരണം? അവിടെ അങ്ങനെ ഒരു റൂൾ ഉണ്ടാവാം. അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. ആ തെറ്റ് ജാസ്മിൻ അറിയാൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ മക്കളായിരിക്കും ഇത് ചെയ്യണേ. കാരണം ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ പാടില്ല. അറിവില്ലായ്മ ചെയ്തതാണ് ജാസ്മിൻ. അല്ല, അറിവായിട്ട് ജാസ്മിൻ മതത്തിനെതിരെയോ കാര്യത്തിനെതിരെയോ ഒരു കുറ്റവും പറയില്ല. മാപ്പ് പറഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്കറിയാനും പാടില്ല. പക്ഷേ ജാസ്മിൻ അങ്ങനെ അതായത് അറിഞ്ഞുകൊണ്ട് ഒരു മതത്തിനെതിരെ പോയി ഒരു കുറ്റവും പറയില്ല. അതെന്താ വെച്ചാൽ ഞാനും ജാസ്മിനും തമ്മിൽ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നല്ല സൗഹൃദം നിലനിർത്തുന്ന ആൾക്കാരാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ഞാൻ ആളെയും വിളിക്കാറില്ല, ആളെ എന്നെയും വിളിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം ഞങ്ങൾ രണ്ടാളെന്താണെന്നുള്ളത്. അല്ലാതെ വെറുതെ അവരെ കരിവാരി തച്ചിട്ട് എന്ത് കാര്യം? അല്ലേ, എൻ്റെ താഴെ 3rd പ്രൈസ് വന്നൊരു കുട്ടിയാണ്. എൻ്റെ ഒപ്പം നിന്ന് കളിച്ച കുട്ടിയാണ്. എൻ്റെ കൂടെ നല്ല ബീറ്റ് ചെയ്ത കുട്ടിയാണ്. ഇത്രയും നല്ലൊരു പോരാളിയാണ്. അപ്പോൾ അവൾക്ക് തെറ്റ് പറ്റിയതാ. ദേവസ്വം കൂടെ അവർക്ക് മാപ്പ് കൊടുക്കുക. ജഡ്ജി ആയാലും ആരായാലും ഇപ്പം നമുക്ക് അവർക്ക് തെറ്റ് പറ്റിയാണ്. അല്ലാതെ അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ തെറ്റ് ചെയ്യില്ല, 100% ചെയ്യില്ല. അവർക്ക് മാപ്പ് കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും പറ്റാം ഈ തെറ്റുകൾ. നാളെ ചിലപ്പോൾ എനിക്കായിരിക്കും പറ്റുക. എനിക്കറിയാൻ ഉണ്ടാവില്ല. സത്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ എനിക്കറിയാൻ ഉണ്ടാവില്ല കുളത്തിൽ ഇറങ്ങാൻ ഉള്ളതെന്ന്. ചിലപ്പോൾ ഞാൻ ഇറങ്ങും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഹൗറ ബ്രിഡ്ജ് എവിടെയെന്നറിയാം? കൽക്കട്ട. ആ ബ്രിഡ്ജ് എങ്ങനെ നിലനിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കിലോമീറ്റർ ദൂരത്തോളം താഴ്ത്ത് പിടുത്തില്ല, ഫില്ലറില്ലാണ്ടാണ് ആ ഹൗറ ബ്രിഡ്ജ് നിലനിൽക്കണേ. അതിൻ്റെ ഫോട്ടോ പോലും ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ പോലീസുകാരൊക്കെ കാവലുണ്ട്, ഫോട്ടോ എടുക്കാൻ പാടില്ലാണ്ട്. പക്ഷെ നമ്മൾ ചെന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോലീസുകാർ വരും, അവർക്കൊരു 100 കാശ് കൊടുത്താൽ അവർക്ക് കുഴപ്പമില്ല. അവിടെ സ്ഥിരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചത്, മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ നോക്കാൻ നിർത്തിയ ആൾക്കാരാണ് അവിടെ. കാരണം ആ ബ്രിഡ്ജിനെങ്ങാനും അവർ തകർത്താൽ പിന്നെ കൽക്കട്ട മൊത്തം പോയി. ഇപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ പോലെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോടെ ഒരുപാട്, ജാസ്മിൻ്റെ ആയിക്കോട്ടെ ജിൻഡോടെ ആയിക്കോട്ടെ ഒരുപാട് ഗെയിമിങ് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നമ്മൾ നോക്കി കാണുമ്പോഴുള്ളൊരു കണക്ക് കൂട്ടൽ എങ്ങനെയാണ്? ട്രോഫി ഒന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്വപ്നം കാണുന്ന എത്ര ജനങ്ങളാണ്. ഇതാ ഫോട്ടോ, ഇതാണ് എന്താ ഫോട്ടോ? ഇതൊക്കെ ചെറുപ്രായത്തിലുള്ളല്ലേ, കുഞ്ഞു പ്രായത്തൊക്കെ എവിടെ നിന്ന് അടിച്ചു മാറ്റി? കിട്ടി. ആണോ? ഇതൊക്കെ ഞാൻ കുഞ്ഞിതായിരുന്നപ്പോൾ ഉണ്ടായതാ. അത് പറഞ്ഞോ. ബിഗ് ബോസ് ഇന്നുമായ ജിൻഡോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എങ്ങനെ നോക്കി കാണുന്നു? നമുക്ക് ഈ കപ്പേ കയ്യിൽ കിട്ടാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് അപേക്ഷിക്കാനാണ്. അതിനകത്ത് ഒരു 25 പേരെയാണ് അല്ലെങ്കിൽ മാക്സിമം തിരഞ്ഞെടുത്ത് ആ സ്റ്റേജിലേക്ക് നിർത്തണേ. ആ 25 പേരും സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും പറയാറില്ലേ, അത് എല്ലാവരും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ 25 പേരിലും ഞാൻ ഒന്നാമതാവാന്ന് പറഞ്ഞാൽ എന്തോ ദൈവത്തിൻ്റെ ഗുരുത്വം. പിന്നെ ഞാൻ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് അറിയില്ലാണ്ടാണ്.
കാരണം നമ്മളിപ്പോൾ നമ്മൾ പറയാറുണ്ട് മഹാന്മാരെന്ന് ഒരു കൈ ചെയ്യുന്ന നന്മ മറുകൈ അറിയുന്നത് അറിയാറില്ല. അതുകൊണ്ട് അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ആരും ഞാൻ ഒന്നും അറിയിക്കാറില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ കാശ് പോലും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തില്ല അതുവരെ. അതിലാണ് അവർക്ക് പരാതി, എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പരാതി അതാണ്. അത് ഞാൻ വെള്ളം മേടിച്ചെന്തില്ലാന്ന്. സത്യമാണ് ഞാൻ പറയാറ്, നിങ്ങൾ പണിയെടുത്ത് കഴിക്കുക. പക്ഷേ ആ കാശ് എനിക്ക് കിട്ടുന്ന കാശെല്ലാം ഞാൻ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തുറന്ന് പറയാൻ താല്പര്യമില്ല. കാരണം ജീവിതത്തിലത് എന്താ പറയുക, ദൈവം എനിക്ക് അതിന് തണ്ട്. അതന്നെ എൻ്റെ പ്രത്യേകത. ഞാൻ കൊടുക്കണ്ടെങ്കിൽ ഈ ദൈവം 10 ഇരട്ടി അടുത്ത് തിരിച്ചുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഈ പല പല പരാതികളും അതും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലും ഇതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പെണ്ണ് രംഗത്ത് വരുന്നു, ആൾ രാജിവെക്കുന്നു. അപ്പോൾ പല രീതിയിൽ പല ആൾക്കാർക്കെതിരെ അറ്റാക്ക് വരുവാണ്, പരാതികൾ വരുന്നില്ല. ജിൻഡോയ്ക്കെതിരെ വന്ന പോലെ തന്നെയുള്ളൊരു അവസ്ഥകളാണ് ഈ രാഷ്ട്രീയക്കാർക്കും വന്നത്. ഇതിപ്പോൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ജിൻഡോയുടെ അഭിപ്രായം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സാധനമാണ് സിനിമ മേഖല. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ നിൽക്കുന്ന സാധനമാണ് രാഷ്ട്രീയം. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം എല്ലാം മുമ്പിൽ നിൽക്കുന്ന സിനിമയാണ്. കാരണം സിനിമ മേഖലയിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ സക്സസ് ആവാൻ. രാഷ്ട്രീയ മേഖലയിൽ എത്തിപ്പെടാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ മേഖലയിൽ എത്തിപ്പെടുന്നവർക്ക് എന്താ പറയുക, നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു ബാക്ക് സ്റ്റോറി. ആരും നല്ലവരല്ല. അല്ല, ഈ ഒരു ഞാൻ പറഞ്ഞത് സ്ത്രീ വിചാരിച്ചാൽ ഇന്ന് ഏതൊരു തലതൊട്ടപ്പനെ എഴുതി താഴെ ഇടാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. നിങ്ങൾ ഈ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുക്കണം. അപ്പോൾ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ആൾ കൊണ്ട് കൊടുത്ത കേസ് എന്താണെന്നറിയോ, ഞാൻ ആളുടെ കരണക്കുറ്റിക്ക് അടിച്ചു, ആളെ മുടി കറക്കി നിലത്തടിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വക്കീലിനെ കോംപ്രമൈസിന് വിളിച്ചപ്പോൾ ചെല്ലാന്ന്. കാരണം ഞാൻ ഇതുവരേക്കും ഒരു പെണ്ണിനെ കയ്യെടുത്തടിച്ചല്ല. അപ്പം അവരൊന്ന് തെളിയിക്കണം, ഞാൻ തെളിയിച്ചു കൊടുക്കാം, ഞാൻ ചെയ്തല്ലാന്ന്. മനസ്സിലായോ? അതായത് ഞാൻ ഈ ഒരു കേസും പറഞ്ഞാൽ അവർ കേസ് കൊടുത്താണ് മെയിനായിട്ട്. ഞാൻ ഇതുവരെയും ഒരു പെണ്ണെ കയ്യെടുത്തടിക്കില്ല. കയ്യെടുത്ത് അടിക്കുന്നവരെ കണ്ടാൽ ഞാൻ അടിക്കും. ആ സമയത്താണ് ഞാൻ കയ്യെടുത്തടിച്ചെന്ന് പറഞ്ഞ് കൊടുത്തേക്കണേ. ഈ രാഹുലിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ന്യൂസൊക്കെ കണ്ടിരുന്നോ അതിൻ്റെ? കുറച്ച് കണ്ടായിരുന്നു. അവർക്കൊക്കെ എന്താ പറയുക, ജിൻഡോ ആരുടെ കൂടെ നിൽക്കുന്നത് ഇപ്പൊ ഇന്നിപ്പോ അതിനകത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് വരെ ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കാം, രാഷ്ട്രീയക്കാരനായതുകൊണ്ട്. പിന്നെ ഇന്നിപ്പോൾ വാർത്തകളിൽ ഒരു വോയിസ് കോൾ വരുന്നുണ്ട്, എന്താ പലതും ഭീഷണികളായിട്ടുള്ളത് ഉണ്ട്. സോ അത് ജിൻഡോ ഇതൊക്കെ കണ്ടപ്പോൾ ജിൻഡോയ്ക്ക് എന്താ ഇതിനകത്ത് ജെന്യുവിനിറ്റി ഉണ്ടോ, അതോ എങ്ങനെയാണ് ജിൻഡോയ്ക്ക്? നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇന്നത്തെ കാലത്ത് ആരുടെ സൗണ്ടും നമുക്ക് ഉണ്ടാക്കാം, ആരുടെ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ആ പറ്റണ ലോകമാണെന്ന്. അപ്പോൾ നമുക്ക് ആരാണ് സത്യം പറയണേ, ആരാണ് ശരി പറയണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ജിൻഡോനെ തകർക്കാൻ വേണ്ടി ഇപ്പം ഒരു ബിഗ് ബോസ് വിന്നർ ജിൻഡോനെ ഇത്രയും ഫേമസ് ആയ ഒരാളെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢശക്തികൾ പിന്നിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഗൂഢശക്തികളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മെയിനായിട്ട് സായി സിജോ. കാരണം സായും സിജോയും പ്ലാൻ ചെയ്തവിടെ കപ്പടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ പ്ലാൻ ചെയ്താൽ വന്നിട്ട് അതായത് സായി സിജോ അടി കൊണ്ടും പോന്നു, മറ്റവൻ കാശും കൊണ്ടും പോന്നു, ഞാൻ കപ്പ് കൊണ്ട് പോന്നു. ഇത്ര തെറ്റാണ് ഞാൻ ചെയ്തുള്ളൂ, ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ അവരവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എന്നോട് പറഞ്ഞെന്താ, എന്നെ തകർക്കുമെന്ന് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് അവൻ്റെ ഒരുപാട് ഫംഗ്ഷനൊന്നും പോകാത്തത്. അതുകൊണ്ടാണ് ജിൻഡോ കൂടുതൽ 24 പേരെയും ഒപ്പം ഏടി ഫംഗ്ഷൻസ് ഒന്നും കാണാത്തത്. 24 പേര് ആ കൂട്ടത്തിൽ കൂട്ടരുത്. അവരുടെ കൂട്ടത്തിൽ 24 പേരില്ല. അത് നോക്കിയോ? പിന്നെ ഞാൻ അവിടെ വന്നല്ലോ. എന്നെ വിളിച്ച പരിപാടിക്കൊക്കെ മിക്ക സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇത് സിജോൻ്റെ കല്യാണത്തിന് ഞാൻ പോയില്ലേ, കല്യാണത്തിന് പോയിട്ട് ഞാൻ രാവിലെ നിന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോന്നു. എന്താ കാരണം എന്നറിയോ, ഇവർ നൈറ്റായ വേറെ പരിപാടികളാണ്, സായി സിജൊക്കെ വേറെ പരിപാടിയാണ്. അപ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല.
കാരണം ഞാനായിട്ട് പറഞ്ഞ് ഇതിനെ അവർ വൈറലാവേണ്ട ആവശ്യം. കാരണം എനിക്ക് ഇവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവരെ പേരെടുത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എങ്ങനെയും ജീവിച്ചോട്ടെ, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവർ സ്വന്തം യൂട്യൂബ് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യണമെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്തോ, എന്നെ വെച്ച് നിങ്ങൾക്ക് ജീവിക്കാനല്ലേ, ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഒരു ജിമ്മിലേക്ക് പതുങ്ങി കള്ളനെ പോലെ പോണ ഒരു സംഭവം ഭയങ്കരമായിട്ട് വൈറലായി. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് സംഭവിച്ചതാണോ അത്? എന്താണ് ജിന്നെ ചേട്ടന് പറയാനുള്ളത്? അതായത് എൻ്റെ ജിമ്മാണ്, എൻ്റെ സ്വന്തം ജിമ്മ്. അത് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ സ്വന്തം ജിമ്മാന്നുള്ളത്. എന്താ പറയുക, ഞാൻ ബിഗ് ബോസ് പോയി വന്നപ്പോൾ എനിക്ക് അത്രയും തിരക്കാണ് എനിക്ക്. കാരണം അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ, പിന്നെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പല ജിമ്മുകളും ഇങ്ങനെ നടത്തിയപ്പോൾ വാശായിട്ട് ഇത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കുക, ചേട്ടാ എനിക്ക് ഇങ്ങനെ സ്പോർട്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വയ്യ, അപ്പോൾ ജിമ്മ് ട്രെയിനറായിട്ട് നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 10 ലക്ഷം രൂപ 7 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനത്തിന് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പൈസയൊക്കെ മോളുടെ കയ്യിലുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഇല്ല ചേട്ടാ പൈസയൊന്നുമില്ല, ഞാൻ വീട്ടിലൊക്കെ ഇതില്ലാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരാളുടെ കൂടെ. അപ്പോൾ ആളാണെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് ലൈഫിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മോൻ നടക്കാത്ത കാര്യമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കൈയും കാലും പിടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ വകുപ്പില്ലാണ്ടാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് സ്പോർട്സുകാരൊക്കെ ചെയ്യണല്ലേ, മറ്റേ അവർ മറ്റേ ജൂഡൊക്കെ ചെയ്യണതാണ്, ശരിയെന്നാൽ കൊടുത്തേക്കാന്ന് വെച്ചവർ ആ പെണ്ണിൻ്റെ പേരിലാണ് ഈ സാധനം കൊടുക്കുന്നത്. കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി എന്താണെന്ന് വെച്ചാൽ എന്തായാലും വഴിയെ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം ഒരു സമയമാവട്ടെ. കാരണം അവരും എന്താണെന്നുള്ളത് എല്ലാവരും അറിയണം. കാരണം ഇനി ഒരു ജിമ്മിലും അവർ ഈ പരിപാടി കാണിക്കരുത്. കാരണം കറക്റ്റ് അവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇതാണ്, എന്താ ഹണി ട്രാപ്പ്. ശരിക്കും ഹണി ട്രാപ്പാണ് അവർ ചെയ്യണത്. കാരണം നമ്മളെ സോപ്പിട്ട് ജിമ്മ് വാങ്ങിച്ചിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഭർത്താവ് കൂടി ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ നോക്കി അന്വേഷിക്കുക ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, സഹായിക്കാൻ വന്നല്ലേന്ന് ചോദിച്ചു. പക്ഷെ ചില സുപ്രാത്തിലാണ് ഞാൻ അറിയപ്പെടുന്നത് ആ പുള്ളിക്കാരൻ അവിടെ MDMA കച്ചവടം ഉണ്ടെന്നുള്ളത്. അതായത് ഞാനായിട്ട് കുറേ പിള്ളേരെയും ഒക്കെ അങ്ങോട്ട് വിടാറുണ്ട് ഇവരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴെനിക്ക് മനസ്സിലാവണം ഇവരിങ്ങനെ ഇതിൻ്റെ കച്ചവടം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ഇവൻ MDM കച്ചവടം നടത്തി പിടിച്ചിട്ട് 3 മാസമാകത്തായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എന്നിട്ട് മാർബിനോ അങ്ങനത്തെ പേര്, മറ്റേ മേഘ. അപ്പോൾ അവൻ 3 മാസം ജയിലിൽ കിടക്കണം. അവൻ്റെ ജോലി പോയിരിക്കുക, ഗവൺമെൻറ് ജോലി. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളിവിടെ ഒന്നും ശരിയാവില്ല, കാരണം എനിക്കിത് നിങ്ങളിവിടെ നിന്നുണ്ടെങ്കിൽ എനിക്കും പണിയാണ്, നിങ്ങൾ വല്ല കച്ചവടം നടത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനെ അത് ബാധിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ഞാൻ പുള്ളിക്കാരെ ചേട്ടാ എനിക്ക് അബദ്ധം പറ്റി ചേട്ടാ, ഞങ്ങളങ്ങനെ ആൾക്കാർ ചതിച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ ശരി എന്നാൽ ആയിക്കോട്ടെ നമുക്കൊന്ന് കൊടുത്തേക്കാം, നമുക്കൊരു എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കണമല്ലോ ലൈഫിൽ. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരോട് കണക്ക് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും പറ്റിക്കും അതുകൊണ്ട്. അപ്പോൾ ഞാൻ കണക്ക് നോക്കാൻ വേണ്ടി ഒരു കുട്ടീനെ കൊണ്ട് നിർത്തി. പിന്നെ ആ കുട്ടിക്കില്ലാത്ത കുഴപ്പമില്ല, കുട്ടി അങ്ങനെ വിളിക്കുകയാണ്, കാമുകനെ വിളിക്കുകയാണ്, നേരത്തെ വരില്ല, എന്തിനാണ് എനിക്കൊന്ന് നിർത്തിയണേ എന്നൊക്കെ പറഞ്ഞ് അതിനെ പറഞ്ഞിട്ടു. വേറൊരാളെ പറഞ്ഞിട്ടു, അതിനെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞിട്ടു. ആ കുട്ടി ഒറ്റ ദിവസം ഇരുന്നുള്ളൂ. പിന്നെ ഞാൻ അറിയണ ഒരു കുട്ടീനെ കൊണ്ട് നിർത്തി. ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും സ്ട്രോങ് ആയിട്ട് നിന്നു. 1 മാസം അവിടെ നിന്നു. 1 മാസം അവിടെ നിന്നപ്പോഴാണ് മനസ്സിലാവണേ ഇവരുടെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ പേഴ്സണലിൽ എടുക്കുന്ന പൈസ ഒന്നും എന്നെ അറിയിക്കില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്ത ബില്ല് മാറ്റിയിട്ട് ഇവർ ഫോണിൽ ബില്ലയക്കാൻ തുടങ്ങി. ഫോണിൽ ബില്ലയക്കുമ്പോൾ എനിക്ക് അയക്കുന്ന ബില്ലിൽ ചിലപ്പോൾ 2500 ഉണ്ടാവുള്ളൂ. അവർ ടീമിന് കൊടുക്കുന്ന ബില്ല് ചിലപ്പോൾ 10,000 ഉണ്ടാവും. അപ്പോൾ ഞാനറിയില്ലല്ലോ.
അപ്പം അങ്ങനെ ഈ കുട്ടി എല്ലാം കണ്ടുപിടിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയാണ് ഇതിനെ പുറത്താക്കും. അങ്ങനെ ഈ സമയത്ത് ഞാൻ പിന്നെ ഇവർക്കെതിരെ കേസുകൾ കൊടുക്കും. ഇങ്ങനെ എൻ്റെ പൈസ അടിച്ച് മാറ്റിയാണ്, ഇങ്ങനെ കളവാണ്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസ് എല്ലാം കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഞാൻ ഇവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. ഓക്കെ, സ്വാഭാവികം. അത് കഴിഞ്ഞ് ഞാൻ ഇവർ കേസ് കൊടുത്തതനുസരിച്ച് ഞാൻ ജാമ്യത്തിനെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജിമ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്, കാരണം ഇവരുടെ ഈ ഒരു പ്രശ്നത്തിന് പോകണ്ട, എൻ്റെ മൈൻഡിൽ അതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എടുത്ത് നമുക്ക് കേസ് കൊടുത്ത് മേടിക്കാം. ഇവരുടെ ഒരു പ്രശ്നത്തിന് പോകണ്ട. ഇവരുള്ള സമയത്ത് ഞാൻ പോകാറില്ലാണ്, കാരണം എനിക്ക് എപ്പോഴാണെങ്കിൽ പോകാം. ആ സമയത്ത് ഞാൻ ആ രാത്രി സമയത്ത് അതിൽ പോകണമെന്നാണ്, അയ്യോ എൻ്റെ ഒരു ചെക്ക് ലീഫ് അവിടെ എടുക്കാണ്ടല്ലോ എനിക്ക് ഓർക്കണം. എൻ്റെ ചെക്ക് ലീഫ് അവിടെ ഇരിക്കേണ്ടതും. എൻ്റെ പേഴ്സണൽ റൂമുണ്ട് അവിടെ, നിങ്ങൾ വന്നിട്ടുള്ളല്ലോ, എനിക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ കൂളായിട്ട് വന്നപ്പോൾ ആ ഒരു ഷട്ടർ ഇത്ര പകുതി തുറന്നിട്ടാണ് അവരങ്ങനെ വെക്കാറ്, പകുതി ഇങ്ങനെ ഫുൾ അടയ്ക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കും. ഞാൻ സാധാരണ താക്കോലുകൾ തുറന്നിട്ട് ഞാൻ അടിക്കടെ പോയി. എൻ്റെ ജിമ്മിൽ ക്യാമറ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ, എനിക്കറിയാവുന്ന കാര്യമില്ല എൻ്റെ ജിമ്മിൽ ക്യാമറ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവർ പ്രത്യേകിച്ച് ഇവരുടെ ക്യാമറ അത് അറിയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഞാൻ കൂളായിട്ട് പോയി കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൻ്റെ സാധനം എടുത്തു. ആ സമയത്ത് പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു കോയിൻ താഴെ പോയി. അതിനാ മേശയുടെ അടിയിലേക്ക് പോയത്. അത് കുനിഞ്ഞെടുക്കണതാണ്, ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയിട്ട് എടുക്കണതാണ് കാണണേ, മനസ്സിലായോ? അത് നമ്മുടെ ഗൾഫ് കോയിനോ എന്തായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കുനിഞ്ഞെടുത്ത് ആ സാധനം എടുക്കണതാണ് ഈ കുനിഞ്ഞ് നോക്കിയത്. അതിനെ മറ്റേ സായി കാണിച്ചിങ്ങനെ ഇതിനെ കുനിഞ്ഞ് പോണെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് ആർക്കും ഉപകാരം ചെയ്യാൻ പോയാൽ പോലും ലൈഫിൽ ഇതൊക്കെയാണ് മനുഷ്യന് സംഭവിക്കുന്നത്. അല്ലാതെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ആരോട് കാണിച്ചാലും ദൈവം അവരിങ്ങനെ തിരിച്ച് തരും, നമുക്ക് തരും. പക്ഷേ ഞാൻ പഠിക്കില്ല കേട്ടോ. സായി ഇതിനോട് പ്രതികരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടല്ലേ സംസാരിച്ചു ഇതിൻ്റെ ഈ കാര്യത്തിൽ. സായി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അതിനാന്നുള്ള ഓർഡർ ഉണ്ടെന്ന്. അതായത് മറ്റേ എന്നിട്ട് പറഞ്ഞ ഞാൻ ജിമ്മിൽ കയറാമുള്ള ഓർഡർ ഉണ്ടെന്ന്. സായി, നിൻ്റെ അപ്പനോടെ എനിക്ക് ജാമ്യം തന്നെ, മറ്റവനെ നിൻ്റെ അപ്പനാണ് എനിക്ക് ജാമ്യം തന്നെ. നിൻ്റെ വീട്ടിൽ പോയി പറയട്ടെ കാര്യമൊക്കെ കേട്ടാ, കോടതിയിലെ കാര്യം കോടതി തീരുമാനിച്ചോളും. ഞാൻ ആരുടെ പറയാൻ തേണ്ടി. അപ്പോൾ മനസ്സിലാക്കുക, സായിയുടെ ആയാലും ആരും മനസ്സിലാക്കുക, സ്വന്തം കാര്യം നോക്കി നിന്നോ. നമുക്കും ഇതുപോലെയൊക്കെ പണിയാനും ചാനലും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട്. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാ. കാരണം നിൻ്റെയൊക്കെ അത്രയും തഴന്നാണല്ലോ ഞങ്ങൾ, മനസ്സിലായ? തരം താഴണം, അത്ര ആയില്ല ഞാൻ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞേനെ. നീ എൻ്റെ അപ്പനെ വിളിക്കുന്നുണ്ടല്ലോ ചാനലിൽ കയറി നിന്നിട്ട്, അതുകൊണ്ടാണ് എൻ്റെ അപ്പനെ വിളിക്കാൻ നീ. എൻ്റെ വായതൊന്നും കേട്ടോള, നിനക്കുള്ള പണി വന്നിട്ട് നീ കണ്ടോ. ഈ ഇത്തരം വാക്കുകളും അധിക്ഷേപങ്ങളൊക്കെ പറയുമ്പോൾ ജിൻഡോ പ്രതികരിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കും അവരങ്ങനെ സംസാരിക്കുക. പ്രതികരിക്കില്ലെന്ന് വെച്ചിട്ടാണ് സംസാരിക്കണേ. എനിക്ക് പറയാം നിന്നെ പോലെ പറയാൻ തെറിയും തേപ്പൊക്കെ. നിൻ്റെ അപ്പൻ്റെ വകയൊന്നുമല്ല തെറി, മനസ്സിലായി എനിക്ക്. ഈ സായി അതുപോലെ സിജോയൊക്കെ ഒരുപാട് ജിൻഡോ ഇപ്പോൾ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കോച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ പീഡനത്തിനിരയായ ഒരു വ്യക്തി ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു അപ്പോൾ ഇതൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ജിൻഡോടെ ഇപ്പോഴും ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സിജോനെ കുറിച്ചിട്ട് ഇപ്പോഴും ഞാൻ പറയണ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ പറയണേ, ഞാനതൊന്നും നിരത്താൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ കൊച്ചു കുട്ടിയാണ് എൻ്റെ അറിവിൽ. അതായത് ഒരെണ്ണം കിട്ടിയത് പോരാവന്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ആ കേസ് മൊത്തം എൻ്റെ തലയിലോ, ഇപ്പോൾ ആര് കൊടുത്താലും ഇപ്പോൾ എൻ്റെ തലയിലോ ആ അവസ്ഥയിലാണ്. സായി ഇപ്പോൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമോ ജിൻഡോനെ ഇങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു ജിൻഡോ? പിന്നെ പറയാനുണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. സായി അവിടെ ബിഗ് ബോസ് കയറിയിട്ട് എന്താ കാണിച്ചത്? മറ്റേ പൂച്ച പോലെ ഇരുന്ന് അപ്പൻ്റെ കഥ പറഞ്ഞ്, അമ്മയുടെ കഥ പറഞ്ഞ്, പട്ടിയുടെ കഥ പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് പുറത്തിറങ്ങി കഴിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സായി എന്താ അവിടെ പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും ജിൻഡോന് ചെറിയ കഴിവൊന്നുമില്ല കേട്ടോ, കേട്ടില്ല? അറിയില്ല, ചെറിയ കഴിവൊന്നുമില്ല, ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അവന് സൂക്ഷിക്കണം. അവനെ 7 കപ്പിൻ്റെ അടുത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല എന്താ പറഞ്ഞത്? ആ പറഞ്ഞ ആൾക്ക് എന്ത് പറ്റി? അതായത് അടുത്ത ആഴ്ച അവൻ ഔട്ടാവുമെന്ന് ഉറപ്പുണ്ട് അവന്.
അതുകൊണ്ട് അവൻ കിട്ടിയ കാശെടുത്തിട്ട് ഓടി. അത് സത്യത്തിലുണ്ടായത്. അതായത് അവർ 25 ലക്ഷം വരെ വയ്ക്കായിരുന്നാണ്. ആ ആൾ 5 ലക്ഷം വെച്ചപ്പോഴേക്കും ഇനി വേറെ ആരെങ്കിലും എടുത്തിട്ട് പോയാൽ പുള്ളിനെ അടുത്ത തവണ പുറത്താക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ആൾക്കാർ കാണുന്നത് ഓർത്ത് പുള്ളി സഡൻ പൈസ ചെയ്ത് ഒറ്റ ഓട്ടാ. ജിൻഡോയുടെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? സായി നമ്മുടെ അപ്പനെ പേര് വിളിച്ചവനെ അതാ പറഞ്ഞേ. അവൻ്റെ അപ്പൻ വളർത്തിയ പോലെ ഒന്നുമല്ല എൻ്റെ അപ്പനെ വളർത്തിയ. വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്നതിന്റെ ഒരു അതാ പറഞ്ഞേ. കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയണ്ട ചേട്ടാ. നീ എന്താണ് നീ നമ്മുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ശരിക്കും അറിയാമല്ലാണ്ടാ. ഉണ്ണാക്കിയാക്കി പേടിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. ഈ കേസ് വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വന്നിരിക്കുന്നത് കള്ളൻ എന്നൊരു പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടൈറ്റിലും അങ്ങനെ തന്നെ കൊടുത്തിരുന്നത്. അത് എന്നെ ഒരാൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കള്ളൻ എന്നൊരു വിളിയിൽ എത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ജിൻഡോയുടെ ലൈഫിൽ ഇപ്പോൾ? കാരണം ഇതിനു മുന്നേ വേറെ രീതിയിലായിരുന്നു പെണ്ണുപിടിയൻ. അതായത് ബിഗ് ബോസിൽ തന്നെ എന്നെ എല്ലാവരും കള്ളൻ അത് ഇത് ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും അണ്ണാക്കി കൊടുത്തിട്ടല്ലേ ഞാൻ കപ്പടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പല ആൾക്കാരും ഒരാളെ നമ്മൾ കള്ളൻ എന്ന് വിളിച്ചാലും അവനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ. നിങ്ങൾ വിചാരിച്ചോ? കള്ളൻ എന്ന് വിളിക്കണവനായിരിക്കും ഏറ്റവും വലിയ കള്ളൻ. കാരണം ഞാൻ ഇന്നവരേക്ക് ഒരാളുടെയും 10 ദിവസം മോഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ദാരിദ്ര്യം കൊണ്ട് അപ്പുറത്തെ കുടിയിൽ നിന്ന് ഇരുമ്പുള്ളി കട്ടെടുത്തിട്ടുണ്ട്, റൂബിക്ക് കട്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ ബസ് പടക്കാൻ വേണ്ടിയാണ് കുഞ്ഞി പ്രായത്തിൽ. അല്ലാണ്ട് എനിക്ക് അറിവ് അത് എടുത്തുകൊണ്ട് വന്നാൽ പോലും എൻ്റെ അപ്പനെ എന്നോട് കെട്ടിയിട്ട് തല്ലും. അപ്പം വെള്ളമടിക്കും കാര്യങ്ങളൊന്നുള്ളൂ. എന്നെ മര്യാദയ്ക്ക് വളർത്തിയിട്ടുള്ളൂ. നിങ്ങൾ സായി മാത്രമായിരിക്കില്ലല്ലോ ജിൻഡോനെ ഇത്രത്തോളം ഒരു അധിക്ഷേപം. അല്ല, വേറെ കാര്യം അറിയോ? അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എൻ്റെ ജിമ്മിൽ ഞാൻ ഈ കയറിയ ക്യാമറ വിഷ്വൽ ഇത്രയും വൈറലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ഗൂഢാലോചനയില്ലേ? ആലോചിക്ക്, അത്രയും ഗൂഢാലോചനയാണ് എന്നെക്കുറിച്ച്. അവർക്ക് ഇരിക്കപ്പുറത്തില്ല. അല്ല, ഈ സ്വന്തം ജിമ്മില് ലീസിന് കൊടുത്താൽ പോലും അതിൽ കെയർ എടുത്തൊന്നും ഞാൻ ലീസിനും കൊടുത്തിട്ടില്ല. അവരിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചിട്ടില്ല. എനിക്കിപ്പോൾ നിലവിൽ ഒരു 10 ലക്ഷം രൂപ അവർ എനിക്ക് തരാൻ്റെ. ആ പൈസ ചോദിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നം. അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഹണി ട്രാപ്പിൽ പെടുത്തി ഇവർ പെടുത്തിയിട്ടിട്ട് കാശ് വീണ്ടും ചോദിക്കണം. കാരണം നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ കിട്ടുമല്ലോ. ഈ വിഷ്വൽ പിടിച്ചില്ലേ? വിഷ്വൽ പിടിച്ച് കഴിഞ്ഞിട്ടും എന്നെ വേറെ ആൾ വഴിയായിട്ട് കാണിച്ചു തന്നു. ഇത് ഞങ്ങൾ പ്രശസ്തപ്പെടുത്തും, നമുക്ക് ഇത്ര കാശ് തരണേ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, പൈസ തന്നെ പറഞ്ഞുള്ളൂ, എത്ര രൂപ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. അതിലും വലിയൊരു കഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ കുറിച്ച് പറയാനുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടണ കഥയാണ്. കാരണം ഞാനത് പറയാൻ ഞാൻ ഒരു സുപ്രാത്തിൽ ഞാൻ പറയാം. കാരണം അല്ലല്ല, അവരുടെ ഞാൻ വെറുതെ ഫാമിലിയെ കുറിച്ച്. ഈ ഒരു ആൾക്കാർ കൊണ്ട് മറ്റുള്ള ഏതെങ്കിലും സെലിബ്രിറ്റീസിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മറ്റുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് ആൾക്കാർ ഇവരുള്ളടത്തേക്ക് ജിമ്മിലോട്ട് വരുമോ? ഇതാർക്ക് നടക്കാൻ കൊടുത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഇവരെ ക്യാരക്ടറുണ്ടേ, നമ്മൾ ചോദിക്കും ആരാണ് ഈ നടക്കാൻ കൊടുത്തന്നെ, അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഇത് എനിക്ക് എന്തായാലും ഒരു 10,000 കക്കാൻ കയറേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആവശ്യം എന്തായാലും എനിക്കില്ല. അവർക്ക് ഇതിനകത്ത് എനിക്ക് പൈസ കട്ടെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇത്രയും പൈസ ഇവരെടുത്തേക്കാണെന്ന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് സാധനമാണ് ഇവർ കൊടുത്തേനെ. പക്ഷേ ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ആരും മീഡിയയിൽ പറയാനില്ല. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വൈറലാവുകയും ചെയ്യും. അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കണ്ടല്ലായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് നമ്മൾ വഴിയായിട്ട് ഒരാൾ നാണം കെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തായാലും ജിൻഡോനെ സംബന്ധിച്ച് ജിൻഡോയുടെ മുൻപോട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ എനിക്ക് അവർക്കെതിരെ ഇതൊന്നൊരു കേസല്ല. കാരണം നമ്മൾ തെറ്റിയതുണ്ടെങ്കിലുള്ള കേസുള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ട്, കാരണം ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് ഇഷ്ടം പോലെ ഞാൻ കോടതി കൊണ്ടുപോയി സിമ്പിളായിട്ട് ജാമ്യം കിട്ടി. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ചെയ്തിട്ടില്ല. ഇത് അവർക്ക് നടത്തിപ്പ് അവകാശം മാത്രമേ കൊടുത്തുള്ളൂ. അതിനകത്ത് എപ്പോൾ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും പോകണം, അതും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ പറയാനായിട്ടാണ് അവർ നടത്തട്ടെ.
ഇപ്പോൾ ജിൻഡോ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ സീസണെ പോലെ തന്നെ ഈ സീസൺ എങ്ങനെയായിരിക്കും എന്ന് നോക്കി കാണാറുണ്ടോ? കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണൂല. കാരണം എന്നാലും നിലവിലുള്ള ആരെങ്കിലും ജിൻഡോയുടെ സുഹൃത്തുക്കളോ അറിയുന്നവരോ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി ഉണ്ട്. എൻ്റെ അറിയണ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത്. ഞാൻ ആരെയും പേരെടുത്ത് പറയണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ഞാൻ അറിയുന്ന ആൾക്കാരാണ്. അവർ ശരിക്കും പറഞ്ഞാൽ കളിച്ച് ജയിച്ച് പറ്റേ. നമുക്കൊരു ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയല്ലേ ഉള്ളൂ. ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ആരാണ് എന്താണെന്നൊന്നും. ഒരു മാസം 1.5 മാസം കഴിയട്ടെ, അപ്പോഴാണ് നമുക്ക് ഇവരെങ്ങനെ കളിച്ച് വരും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ബിഗ് ബോസ് ലൈവ് കാണാറുണ്ട്. ലൈവ് കാണാറുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണമെന്നറിയോ, ഇവിടെ ഇരുന്ന് 3 വർഷം ലൈവ് കണ്ടാൽ അതിനകത്ത്, അല്ലാണ്ട് വെറുതെ പോയതല്ല ബിഗ് ബോസിൽ. തമിഴ്, ഹിന്ദി, മലയാളം ഞാൻ അതിനെക്കുറിച്ച് അരിച്ച് കലക്കി കുടിച്ചിട്ടാണ് പോയത്. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞപ്പോൾ ക്യാമറ ഇവിടെ ഉണ്ടെന്ന് മറന്നുപോയി. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ക്യാമറ ഉണ്ടെന്നുള്ളത്. അവരിൽ നിന്നാണ് നമ്മളെ വ്യത്യാസം അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഈ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അക്ബർ രേണുവിനെ സെഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കരമായിട്ട് സ്ത്രീയെ ഒരു അപമാനിച്ച ഒരു പ്രസ്താവന ഉണ്ടായി. അതിനെങ്ങനെയാണ് ജിൻഡോ കാണുന്നത്? എനിക്ക് ആദ്യം തന്നെ മണ്ടണ്ടാകുന്നല്ലേ നിങ്ങൾ ആലോചിക്കുക. ജിൻഡോ ആണെങ്കിൽ അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിക്കുമായിരുന്നു? ഇല്ല, ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. അവിടെ പൊതുവേ ആർക്കും നേരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചത് അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ദേഷ്യത്തിനാണ് ഗബ്രിയുടെ അപ്പൻ വിളിച്ചത്. ഞാൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞായിരുന്നു. കാരണം ആ ഒരു ദേഷ്യത്തിൽ അത്രയും എന്നെ പ്രതികരിച്ചപ്പോൾ ഞാൻ വിളിച്ചതാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ചീത്ത വാക്കുകളൊന്നും ഞാൻ വിളിക്കാറില്ല. മാക്സിമം എൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആരെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. നമ്മൾ സ്നേഹിച്ചിട്ടുള്ളൂ. സിനിമയിലല്ല ഇനി പാൻ ഇന്ത്യൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുള്ളൊരു റൂമറുകളൊക്കെ കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ? സത്യം പറയട്ടെ, ഇപ്പം ഈ ന്യൂസ് വന്നില്ലേ, ഇപ്പം ഈ ഞാൻ ജിമ്മിൽ കയറി എന്നുള്ള ന്യൂസ് വന്നില്ലേ, ആ ന്യൂസ് വന്നപ്പോൾ തമിഴിലെ ഒരു ഡയറക്ടറിൻ്റെ ഒരു പടത്തിന് ഇങ്ങനെ ഫിക്സാക്കിയില്ലാത്ത രൂപത്തിൽ നിൽക്കായിരുന്നു. ആ പുള്ളി ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ പടത്തിൽ ഫിക്സാക്കി. സത്യം പറഞ്ഞാൽ അതിലേക്ക് താങ്ക്സ് ഉണ്ട്. അതുകൊണ്ടല്ല, കള്ളൻ്റെ വേഷമാണ് കൊടുത്തേക്കണമെന്നുള്ളതല്ല. അതായത് ഇത്രയും പെട്ടെന്ന് ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയ സാധനം ഈ കേരളത്തിൽ ഇനി ചെയ്യാത്ത ഒരു ചാനലും ഇല്ല. മനസ്സിലായോ? ഈ ഒരു എൻ്റെ ജിമ്മിൽ കയറിയ ഞാൻ ആ സാധനം ഫേക്ക് ന്യൂസ് ഈ കേരളത്തിൽ ഇനി ചെയ്യാത്ത ഒരു ചാനലും ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ ജിൻഡോൻ്റെ ഒരു പടം ഇറങ്ങി ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഫ്രീ മാർക്കറ്റിംഗ്. ഫ്രീ മാർക്കറ്റിംഗ് പടം അവർ തമ്മിൽ എഗ്രിമെൻ്റ് കഴിഞ്ഞു നിലനിന്നിട്ട്. അപ്പം നമുക്ക് അതൊരു ഭാഗ്യം കേട്ടോ സത്യം പറഞ്ഞാൽ. അത് ഞാൻ 2 പടം ചെയ്ത് കഴിഞ്ഞു. 3ാമത്തെ പടം ഈ 26-ാം തീയതി അടുത്ത പടം ഷൂട്ട് തുടങ്ങാണ്. അതൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മളെന്താ പറയുക, ചെറുതായിട്ട് വലുതാവാനാണ് നോക്കണേ. നമുക്ക് നല്ല സ്റ്റോറി കിട്ടണം, നല്ല സിനിമ കിട്ടണം, നല്ല സംവിധായകനെ കിട്ടണം. ഞാൻ ചെയ്തേക്കുന്ന 2 പടം നല്ല പടം. എന്തായാലും ഈ പടത്തത് 26-ാം തീയതി അടുത്ത ഷൂട്ട് തുടങ്ങുക. 26-ാം തീയതി 22 ദിവസത്തെ ഷെഡ്യൂൾ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മറ്റേ എന്താ പറയുക, ഓണം കഴിഞ്ഞ പിറ്റത്തെ ആഴ്ച അടുത്ത പടത്തിന് ഷൂട്ടാണ്. എന്തായാലും ഈ ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് ഒരു 4 പടത്തിൽ നായകനായിട്ട് ചെയ്തിട്ട് തീരും. ഈ 4 പടത്തിൽ നായകനായ ശേഷം ജിൻഡോയുടെ ഒരു കല്യാണം പ്രതീക്ഷിക്കാവോ? കല്യാണം മുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം മുടങ്ങി എല്ലാവരും പറഞ്ഞില്ലേ എന്നെ, ഞാൻ കാരണം കല്യാണം മുടങ്ങിയെന്നല്ല എല്ലാവരും പറയണത്. കല്യാണം മുടങ്ങിയത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുട്ടിക്കത് ദൂഷ്യം വരും. കാരണം ഞാനതൊന്നും വിളിച്ച് പറയാൻ ആഗ്രഹിക്കണില്ല. കാരണം ഒരു സുപ്രഭാതത്തിൽ ഞാൻ കണ്ടല്ലെങ്കിലും കാണാണ്ട് 3 വർഷം സ്നേഹിച്ച ആളാണ് ഞാൻ. ആ കൊച്ചിനെ കുറിച്ചിട്ട് ഞാൻ ബാഡായിട്ട് പറയാൻ ആഗ്രഹിക്കില്ല. എൻ്റെ തെറ്റാന്ന് തന്നെ വിചാരിച്ചോട്ടെ. സിജോൻ സായിയൊക്കെ പറഞ്ഞ പോലെ എൻ്റെ തെറ്റാ, അങ്ങനെ തന്നെ വിചാരിച്ചു. എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശം പറയാൻ എനിക്ക് താല്പര്യമില്ല. ഈ 2 പടം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നായകനാണ്. ഏതെങ്കിലും ഒരു നായികയുടെ നായകനാവണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? എന്തായാലും മലയാളത്തിൽ ഏത് നായികയോട് അഭിനയിക്കണ താല്പര്യം? അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂടെ ആരും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കണമെന്ന് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എൻ്റെ കൂടെ അവർ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആരുടെ കൂടെ അഭിനയിക്കാനും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിൽ ഒരു ഇപ്പോഴത്തെ ഇതിനകത്ത് നടി ആരൊക്കെയാണ്? എല്ലാവരും ഇഷ്ടം. കാരണം എല്ലാവരും നല്ല അഭിനയമാണ്. നമ്മുടെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹം. സിനിമയിലൊരു ഗേ റോൾ വന്നു കഴിഞ്ഞാൽ ജിൻഡോ അഭിനയിക്കുമോ? തീർച്ചയായിട്ടും ചെയ്യും. കാരണം എനിക്ക് എന്ത് റോള് വന്നാലും ഞാൻ ചെയ്യും. കാരണം നമ്മുടെ ലൈഫിൽ അഭിനയം എന്ന് പറയണത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടടാ. ഞാൻ ഇപ്പോഴും പറയാം. കാരണം ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇനി മാറ്റി പറയാം. ഇത്രയും ടഫായിട്ടുള്ള സാധനം വേറെ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റുകൾ അവർ നമ്മളെ കാണുമ്പോൾ ചൂടാവുകയും പ്രശ്നമാവുകയും കാര്യങ്ങൾ ചെയ്യണത് എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവണേ. കാരണം ആ ക്യാമറയുടെ മുമ്പിൽ വരുന്നിട്ട് നമ്മൾ വേറെ ആളായി മാറാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവണേ. കാരണം നമ്മളുടെ ടേക്ക് എടുക്കുമ്പോൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. എനിക്ക് എന്ത് റോൾ വന്നാലും ഞാൻ ചെയ്യും. ചെയ്യുന്ന പറയാൻ കാരണം പൃഥ്വിരാജ് ചെയ്തില്ല ഒരെണ്ണ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മമ്മൂട്ടി ചെയ്തില്ലേ ഒരെണ്ണ. മനസ്സിലായി? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പറഞ്ഞ പോലെ എന്താ പറയുക, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയുവാനും മുഖത്ത് സ്വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ്. അല്ലേ? എല്ലാവർക്കും ജന്മസിദ്ധമല്ലേ? എല്ലാ ഭാഗങ്ങളും വരുത്താനുള്ള അതിൽ നിന്നും രൂപം കൊണ്ടതാണ് നമ്മുടെ ഈ നടന പാടവം. അതായത് സുന്ദരവും താളാത്മകമായ കരചരണ വിനയം. അതുമല്ലെങ്കിൽ യജ്ഞതുല്യമായ പുണ്യകർമ്മമാണ് നൃത്തം. ഇവ തമ്മിൽ സംയോജിച്ചപ്പോൾ വേഗതയേറിയ നൃത്തരൂപ പരിണാമമാണ് ഓർ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ ഇതാണ് നമ്മുടെ ലൈഫ്. എല്ലാവരുടെയും ലൈഫ് ഇതാണ്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാലായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പൊട്ടിക്കറിയോ? ആരും പൊട്ടിക്കറിയില്ല. സങ്കടം വരുമ്പോൾ നമ്മൾ പൊട്ടിക്കറിയും. അപ്പം മനുഷ്യർക്ക് ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുക. രേണു അവിടെ കരയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള പേര് അനുമോളവിടെ കരയുണ്ടെങ്കിൽ അവർക്ക് വിഷമം മാത്രമാണ്. വിഷമം വരുമ്പോൾ അവിടെ എല്ലാവരും കരയും. ഞാൻ കരഞ്ഞില്ലേ? ഞാൻ കരയെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ വരരുതെന്ന് കൊടുത്തിട്ട് ഞാൻ വേറെ ഒളിഞ്ഞിരുന്ന് പോയി കരയായിരുന്നു. പക്ഷെ അതുപോലെ അവരെ പിടിച്ചെടുത്ത്. അപ്പം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കരച്ചിൽ നമുക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ തന്നെ കരയും. നമ്മുടെ മക്കളായാലും എവിടെയെങ്കിലും പുറത്ത് പഠിക്കാൻ പോയി നോക്കിയോട്ടെ, അവർക്ക് ഹോം സിക്നസ് ഉണ്ടാവും. ഉറപ്പായിട്ട് അവർ കരയും. കാരണം വീട്ടിലുള്ളവർ ഓർത്ത് കരയും. അത് പ്രത്യേകതയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ള, എല്ലാവരും ഈ കഴിഞ്ഞ സീസണിലേക്ക് പറയുമ്പോൾ ഈ മണ്ടൻ കപ്പടിച്ചു എന്നൊരു ടാഗ് ലൈൻ ഒരുവിധം ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് മണ്ടൻ കപ്പടി എന്ന് പറയുന്നത്. പക്ഷെ ഒരു മണ്ടൻ എങ്ങനെയാണ് കപ്പെടുക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? ഈ കപ്പ് ഒരു മണ്ടന് കിട്ടൂല. കാരണം അവിടെയുള്ള എല്ലാവരെയും ഞാനാണ് മണ്ടന്മാരാക്കിയത്. പ്രത്യേകിച്ച് ആരും പേരെടുത്ത് പറയാന്ന് വെച്ചാൽ എന്നെ ഒന്ന് മെരുക്കാൻ കയറിയെന്നാണ് മിസ്റ്റർ സായി അല്ലേ? അതായത് എങ്ങനെയാ അവർ കയറി, ആ 6 പേര് കയറി വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായിരിക്കും ചിന്തിച്ചേ? ഇപ്പം എനിക്ക് പണി കിട്ടും, അല്ലെങ്കിൽ ഇവർ പണി തരും, എല്ലാവരും കൂടി പണി തരുന്നല്ലേ? പൂച്ചേനെ എടുത്ത് കളയുന്ന പോലെ എല്ലാത്തിനും ഞാൻ എടുത്ത് കളഞ്ഞില്ലേ? ഓരോന്നിനായിട്ട്. അതിന് നല്ല കഴിവന് വേണം, നല്ല വളഞ്ഞ ബുദ്ധി വേണം. അല്ലാണ്ട് ഈ വണ്ടി കയറി കിടന്ന് കുണച്ചാൽ പോരാ. മനസ്സിലായ? അല്ലാണ്ട് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വേണം, നല്ല ബുദ്ധി. അല്ലാണ്ട് വണ്ടി കയറി ഇരുന്ന് ഡോറടച്ചിട്ടിരുന്നിട്ട് ആരൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ആ സമൂഹത്തേക്ക് കൊണ്ട് ഇറങ്ങി ചെന്നപ്പോൾ നീ എന്താ മിണ്ടാന്നേ? ബിഗ് ബോസിൽ എന്താ മിണ്ടാന്നേ? എൻ്റെ എണ്ണാക്കിൽ പഴങ്കി കുത്തിക്കിട്ടിയ എൻ്റെ ഭാര്യ തന്നെ വന്നിട്ട് പറഞ്ഞത് വാഴയാന്ന്. പിന്നെ അതിലും വലിയ ഉണ്ടവന് കണ്ണാപ്പി. ഈ ജിൻഡോയുടെ ഇനിയുള്ള ഭാവി പരിപാടികൾ, ഒരു കല്യാണമൊക്കെ കഴിച്ച് നമുക്ക് ഇപ്പോൾ ജിൻഡോയുടെ ആരാധകർ തന്നെ പറയുന്നുണ്ട് ജിൻഡോയുടെ ഒരു കല്യാണം കാണാൻ എല്ലാവർക്കും കൊതിയാവുകയാണ്. ജിൻഡിൻ്റെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കല്യാണത്തിൻ്റെ 8 ദിവസം മുമ്പാണ് എൻ്റെ കല്യാണം ഞാൻ വേണ്ടെന്ന് വയ്ക്കണത്. ഞാനാ വേണ്ടെന്ന് വയ്ക്കണത്. അപ്പം നിങ്ങൾ ആലോചിക്കുക എൻ്റെ എത്ര കാശ് നഷ്ടമുണ്ടെന്ന്.
8 ദിവസം മുമ്പ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്ത് നോക്കിയില്ലേ? അത്രയും പൈസ എനിക്ക് നഷ്ടമുണ്ട്. എന്നിട്ടും പോലും ഞാൻ ഒരു രൂപ പോലും ആരോടും ചോദിച്ചിട്ടില്ല, ആ പെണ്ണോടും ചോദിച്ചിട്ടില്ല. നമുക്ക് പരാതിയില്ല. കാമുകിമാരുണ്ടോ ഇപ്പോൾ നിലവിൽ? എനിക്കാ? ഞാൻ ഇനി കാമുകന്മാരെടുക്കള്ള, മതി. കാമുകന്മാരെയും വേണ്ട ഇനി എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ കല്യാണം ഞാൻ കഴിക്കുള്ള എന്തായാലും അത് കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് വിചാരിച്ചാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു പൊളിക്കാം നമുക്ക് എല്ലാവരും കൂടിയിട്ട്. അല്ലാണ്ട് ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ആലോചിക്ക് സിജോ ഒക്കെ എൻ്റെ. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏതോ പെങ്കൊച്ചങ്ങളോടൊക്കെ എനിക്കൊരു പെങ്കൊച്ചിനുണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് വേണമെങ്കിൽ എനിക്കിടാൻ പാടില്ല. സിജോനെ കുറിച്ച് പറഞ്ഞാന്നും പറഞ്ഞ് എനിക്കിടാൻ പാടില്ലേ? ആർക്കും ഇടാം ഇല്ലേ? എനിക്കിഷ്ടമുള്ള അറിവുള്ള എന്തോരം പെമ്പിള്ളേരുണ്ട്, ചേട്ടാ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇടാൻ പാടില്ലേ? ഞാൻ തിരിച്ച് പറയണ ഒരു സാധനം മാത്രമേ വേണ്ടേ ഉള്ളൂ. എന്നിട്ടാണെന്നറിയോ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ കൊടുക്കാനുള്ള ഒരാൾ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറയണത്, എടാ അമ്മ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഇപ്പോൾ പൈസ ഇല്ലടാ തരാൻ, നിൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് എനിക്ക് തരാൻ. ആ വോയിസ് വരെ 10-12 വർഷം മുമ്പുള്ള വോയിസ് വരെ അവൻ തപ്പിപ്പിടിച്ച് അവ ഇടണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ പിന്നാലെ എന്തോരം നടക്കണ്ടാവും. മനസ്സിലായോ? ഈ സമയത്ത് 10 വാഴ നടറ, ഇത് കാശ് കിട്ടും. കാരണം വെറുതെ ഇങ്ങനെ നടക്കല്ലേ. കാരണം ജീവിതത്തിൽ വൈകുന്നേരം ആകുമ്പോൾ ജിമ്മിലും പോവും, അവിടെ പോയി കുറേ ആൾക്കാരെ റീലും ചെയ്യും, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. പണിയെടുക്ക്, ദൈവത്തെ ഓർത്ത്. യൂട്യൂബിലൊന്നും വരുമാനമില്ല പണ്ടത്തെ പോലെ, മനസ്സിലാക്ക്. കാരണം എല്ലാവരും യൂട്യൂബും പിടിച്ച് നടക്കുക. പണ്ടത്തെ പോലെ വരുമാനമില്ല. അപ്പോൾ വല്ല എന്താ പറയുക, ആലപ്പുഴ കായലിൽ പോണ ആ പിള്ളേരെ കണ്ട് പഠിക്ക്, തുഴയി പോയി വല്ല മീനും പിടിക്ക്, എന്നിട്ട് ജീവിക്കാൻ നോക്കും. വല്ല മീനെങ്കിലും ചുട്ട് തിന്നാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ലൈഫിൽ. ജിൻഡോടെ ഈ സൗന്ദര്യത്തെ പറ്റി ആളുകൾ ചോദിക്കുന്നുണ്ട്. ജിൻഡോടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്നും അതുപോലെ ജിൻഡോടെ ഈ ബോഡി ഫിറ്റ്നസിൻ്റെ രഹസ്യം എന്നാണ് ചോദിക്കുന്നുണ്ട്. ഞാൻ 16 കിലോ കുറച്ച് മോനെ. 16 കിലോ ഒക്കെ കുറച്ചത് സിജോ മറ്റവും പറഞ്ഞ പോലെ കഞ്ചാവും മുടിച്ചിട്ടല്ല. കഷ്ടപ്പെട്ട് ഒരു ദിവസം 1.5 മണിക്കൂർ ഈ DLFിൻ്റെ ചുറ്റും കിടന്ന് ഓടാൻ ഞാൻ രാവിലെ എണീറ്റിട്ട് പെരുമ്പയിൽ. നിങ്ങളൊന്ന് ഓടി നോക്കുക, അപ്പോൾ മനസ്സിലാവും. നിൽക്കാണ്ട് 1.5 മണിക്കൂർ ഓട്, എന്നിട്ട് പറയും കാര്യമൊക്കെ. എത്രാമത്തെ വയസ്സോട്ടെ ഈ ബോഡി ഇത്ര ഇത് തുടങ്ങി വർക്കൗട്ടും? ഞാൻ 9ൽ പഠിക്കുമ്പേ ശരിക്കും പറഞ്ഞാൽ കരാട്ടയും കുൻഫും ബ്ലാക്ക് ബെൽറ്റ് എടുത്താൽ. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, 9ൽ പഠിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കരാട്ടയ്ക്ക് കുറേ ഇടി അറിയാമല്ലോ. അങ്ങനെയൊക്കെ ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, അതായത് ഇവിടെ ബോക്സ്, ഇവിടെ ഹൗസ്, ഇവിടെ ഇത്, അങ്ങനെയൊക്കെ എല്ലായിടത്തും പാഡായിരിക്കും. എന്നിട്ട് ടച്ച് ആൻഡ് ഫുൾ ബാക്കാണ്. പണ്ട് അങ്ങനെയല്ല, ഇടിച്ച് കയറ്റാണ്. ഇടിച്ച് പക്കാമരയിൽ ഇടിച്ച് കളയും, അതുപോലത്തെ ഇടിയായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഇടി ഞാൻ കൊടുത്തേക്കണതിനും കൂടുതൽ കൊണ്ടാ ചെയ്തേനെ. അപ്പോൾ അതിന് കൊറോണയിലൊന്നും ഒരു പേടിയില്ല ഇപ്പം, മനസ്സിലായോ? കാരണം ഇവർ ചിന്തിക്കണ പോലെ എന്താ പറയുക, ഞാൻ ബിഗ് ബോസിലേക്ക് ചെന്ന് ഇവരൊക്കെ നേരിട്ടപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ ബിഗ് ബോസ് തന്നെ കളിക്കണേ. എനിക്ക് അവിടെ കയറി അവരുടെ അടുത്ത് പോരാടണമെന്ന് എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവർ എന്നെ എന്തൊക്കെ പണിയെടുപ്പിച്ചു എന്നൊക്കെ അറിയാമല്ലേ. ഞാൻ എന്തെങ്കിലും എതിർത്താ? ഈ സിനിമ അല്ലാതെ ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ ജിൻഡോയ്ക്ക് നെക്സ്റ്റ് ലെവലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഒരുവിധം മെഡലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് ഇപ്പോൾ വളർന്നു വന്ന ചെറുപ്പക്കാർ പിള്ളേരോട് പിടിക്കാൻ എന്നെ ഉണ്ടാവില്ല. കാരണം ഞാൻ തോറ്റ് മാറുകയാണെന്ന് വിചാരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അവർ ഇനിയും പിള്ളേർ വളരട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ബിഗ് ബോസിൽ ഇപ്പോഴത്തെ മണ്ടൻ ആരാ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ഞാനിപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ മണ്ടൻ എന്ന് പറഞ്ഞ ടാഗ് എൻ്റെ കാര്യത്തോളം തീർന്നു. ആ സീസണിൽ അവിടെ തീർന്നു. ഇനി മണ്ടൻ ആരെയും വിളിക്കണ്ട. എന്താ കാരണം വെച്ചാൽ മണ്ടൻ അത് അവിടെ തീർന്നു, എന്നെയും കൊണ്ട് തീർന്നു. കാരണം ഒരാളും മണ്ടന്മാരല്ല.
കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. ആരാ? ആ ഇപ്പല്ലേ നിങ്ങൾ കള്ളൻ്റെ കാര്യം ആലോചിച്ചു. നിങ്ങൾ വേറെ കാര്യം പറയട്ടെ. ഞാൻ ശരിക്കും ഒരു കള്ളനാണെങ്കിൽ ഒരു എക്സാമ്പിൾ ചിന്തിക്കട്ടെ. ചേച്ചിയും മറ്റേ സാബുച്ചേൻ്റെ അവിടെ വന്നു, വജ്രം കൊണ്ടുവന്നു, ഡയമണ്ട് ഓർക്കല്ലേ, ഡയമണ്ട് വന്നിട്ട് അത് ഒളിപ്പിച്ച് അത് സ്ഥലത്ത് വെച്ചിട്ട് നോക്കാൻ നിർത്തിയത് തന്നെയാണ് അല്ലേ? അത് ഞാൻ എന്നോട് അവർ കട്ടെടുത്തോളം പറഞ്ഞു. കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കുറയും, നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും, കാര്യങ്ങൾ കിട്ടും. സ്ഥാപിച്ചിട്ട് വരെ പറഞ്ഞു. സെക്രട്ടറി ഓഫീസ് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജിൻ്റെ നീ അത് എടുത്താലാണ് അത് ഇതാവുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനതെടുത്ത ജനം എന്നെ കള്ളനാക്കും, എനിക്ക് അങ്ങനെ ഇവിടുന്ന് ജയിച്ച് പോകണ്ട. അതായത് എനിക്കത് വേണ്ട. പിന്നെ അവർ ബിഗ് ബോസ് അത് എടുക്കാൻ നോക്കിയിട്ട് നടന്നല്ല, ഞാൻ സമ്മതിച്ചില്ല. കാരണം അവിടെ നിന്ന് പിന്നെ ഒരാൾക്കും കട്ടുണ്ടാകാൻ പറ്റിയില്ല. കാരണം അർജുൻ എൻ്റെ ടീമിലായിരുന്നു, സീതു എൻ്റെ ടീമിലായിരുന്നു. അവരാരും കക്കാൻ നോക്കിയിട്ടും ആ സാധനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്നെ അത് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ കള്ളനല്ല, ഞാനത് കക്കൂലാന്നും ഞാനത് വേറെ ആൾക്കാണ്ട് കക്കിക്കില്ലാന്നും ഉറപ്പായിട്ടുള്ളതുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത് ഏൽപ്പിച്ചത്. പക്ഷെ ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ കഥ അവരെ ടിസ്റ്റ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത് ഇത് മാറ്റി പൊളിച്ച് വേറെ ആളെ ഇടിപ്പിക്കേണ്ട അവസ്ഥയിലേക്കായി അല്ലേ? ഞാനങ്ങനെ ഒരാളുടെ പൈസയും കക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ 10,000 രൂപ കട്ടിട്ടുണ്ട് എനിക്ക് ജീവിക്കാം. ബിഗ് ബോസിലേക്ക് വയൽക്കാരായിട്ട് ജിന്ത ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ വിളിച്ചാലും പോകുമെന്ന് എനിക്കറിയില്ല. കാരണം വിളിച്ചാൽ പോകണമെന്നുണ്ട് എൻ്റെ ആഗ്രഹം. കാരണം വീണ്ടും കാരണം ഇപ്പോൾ ചോദിച്ചേണ്ണൊക്കെ മറ്റേ അവരിട്ട് വന്നില്ലേ, സാഗറിനായിട്ട് വന്നില്ലേ, ഒരു പടം ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഈ ബിഗ് ബോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 4 പടത്തിൽ നായകനായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലാൻ ഡിസർവാണ്. മനസ്സിലായോ? അപ്പോൾ അവർ വീണ്ടും പറഞ്ഞ് ഞാൻ കയറും, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെന്നെ ആൾക്കാരൊക്കെ എന്നെ ബാഡാക്കി കാണിക്കുന്നതും ഇതെല്ലാം കാണിച്ചെന്ന് വെച്ചാൽ എനിക്ക് പുല്ല് വില. എന്തായിട്ടായിരുന്നു ഇതായിട്ടാ സിഗരറ്റ് കിട്ടിയെങ്കിൽ വലിച്ചു കാണിക്കായിരുന്നു. കാരണം ഒരു ദിവസം ഒരാളെ റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കണ എടുക്കാട്ടെ വീഡിയോ എടുക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ലോകമെമ്പാടും കാണുന്ന ഏഷ്യനെറ്റിൽ ഞാൻ വലിച്ച എല്ലാവർക്കും അറിയാം, നീ വേറെ ഏതെങ്കിലും ചാനലിടണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ലാത്തപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വേണമെങ്കിൽ വലിക്കാം, അതായിരിക്കും നല്ലത്. ഹായ് ഹായ് ഹായ്. നിങ്ങളുടെ ജിൻ്റപ്പൻ ഒരിക്കലും തളരില്ല. കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ തളരരുത്, നീ വീടിൻ്റെ വിളക്കാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ജിൻ്റപ്പൻ ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? എൻ്റെ ഇതാണ് എനിക്ക് രോമത്തിന് പോലും വിലയില്ല എനിക്ക്. നിങ്ങളൊന്നും ഈ കിടന്ന് കളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ എങ്ങനെ നിങ്ങൾ ചെയ്താലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽക്കാം. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തോ, നിങ്ങൾ മുട്ടയുള്ളൂ, കപ്പ് ഞാൻ തന്നെ അടിക്കും.